ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ദുബായിലെ റിവർലാൻഡിലേക്കാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വീക്കെൻഡ്സ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിയറസ്റ്റ് മെട്രോ ലൈൻ എന്ന് പറയുന്നത് ഐബൻ ബത്തൂത്തിയാണ്. അവിടെ നിന്ന് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റും. ദുബായിലെ നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വിസിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കുമ്പോൾ എപ്പോഴും ലിസ്റ്റിൽ കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു റിവർലാൻഡ്. അവിടെ എൻട്രി ഫ്രീ ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ നമ്മളവിടെ എത്തിച്ചേർന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. മേ ബി തിരക്ക് കൺട്രോൾ ചെയ്യാനായിരിക്കാം ടിക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. 15 dirhams ആയിരുന്നു. ഫസ്റ്റ് ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഡൗട്ടായിട്ട് തോന്നി. കാരണം നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും അതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല. സൈറ്റ്സിൽ നോക്കിയിരുന്നു, റീൽസിൽ നോക്കിയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്. എങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തു. നാഷണൽ ഡേയുടെ ടൈമൊക്കെ ആയിട്ടാണ് പോയത്. ആൻഡ് ഓൾസോ വീക്കെൻഡാണ്. പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കാത്ത് നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റ് കിട്ടി, എൻട്രി ആയി. നല്ല സ്ഥലമായിരുന്നു. കാണാനൊക്കെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവർലാൻഡിനകത്ത് 4 സ്ഥലങ്ങളായിട്ടാണ് അതിനെ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് വില്ലേജ്, ബ്രോഡ് വാക്ക്, ഇന്ത്യ ഗേറ്റ് ആൻഡ് പെനിൻസുല. അതിലെ ഇന്ത്യ ഗേറ്റിലെ ഒരു റോയൽ ഏഷ്യൻ കൾച്ചറായിരുന്നു ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ സ്കൾപ്ചേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്ത്യയിലൂടെ നടക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് വില്ലേജിലായിക്കോട്ടെ ഫ്രഞ്ചിൻ്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 1600 കാലഘട്ടത്തിൽ യൂറോപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ ടവേഴ്സും വാട്ടർ വീലൊക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. കുറച്ച് നടക്കുമ്പോഴേക്കും അവിടെ DJ നടക്കുന്നതായിട്ട് കണ്ടു. കുറച്ച് നേരം അത് അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ 15 dirhamsന്റെ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഇതിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും റെഡീം ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നിന്ന് ഫുഡ് ഐറ്റംസ്, കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം. ടിക്കറ്റ് റേറ്റ് ആ ഒരു എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തിട്ട് നമുക്ക് തരും. അങ്ങനെ നമുക്ക് ടിക്കറ്റ് റെഡീം ചെയ്യാൻ കൂടി പറ്റും. അങ്ങനെ ഞങ്ങൾ ഷവർമയാണ് കഴിച്ചത്. ദെൻ പെനിൻസുല എന്നറിയപ്പെടുന്നത് ഹാർട്ട് ഓഫ് റിവർലാൻഡ് ആണ്. ഒരു റിവറിനെ സറൗണ്ടഡ് ആയിട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ. റിവറിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. നമ്മുടെ ലവ്ലോക്കിലെ പോലെ അവിടെ ലോക്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. ദെൻ താഴത്തേക്ക് നോക്കിയാൽ വലിയൊരു ഏരിയയിൽ നമുക്ക് റിവർലാൻഡിൻ്റെ വലിയൊരു പോർഷൻ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടൈമിങ്സിനനുസരിച്ച് ലേസർ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടധികം ഷോസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടൈമും കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ എല്ലാം നോക്കാനും കാണാനും പറ്റും. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ദിനോസറിൻ്റെ ഷോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ലാസ്റ്റാണ് ആ സ്ഥലത്തേക്ക് എത്തിയത്. ആക്ച്വലി പെനിൻസുലേൻ്റെ റീജിയനിലാണ് ഇത്തരത്തിലുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് ഫ്രഞ്ച് വില്ലേജിൻ്റെ അവിടെ ആയിരുന്നു. സോ നമുക്ക് സൗണ്ട് കേട്ട് നമ്മൾ വരുമ്പോഴേക്കും പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജുറാസിക് വേൾഡ് സിനിമയിലെ ഒരു ചുമരിൻ്റെ മുകളിലെ ദിനോസറിൻ്റെ വാല് കാണില്ലേ, അപ്പം അതേപോലെ ആ വാല് കണ്ട് ദിനോസർ പോകുന്നത് ജസ്റ്റ് കാണാൻ പറ്റിയെന്നേ ഉള്ളൂ. അതൊരു മേജർ മിസ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ബ്രോഡ് വാക്ക് റീജിയനിലായിക്കോട്ടെ, ഒരു 1950 കാലഘട്ടങ്ങളിലെ ഒരു അർബൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴത്തെ ഫീൽ എന്താണോ അത് കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ പെനിൻസുല, ബ്രോഡ് വാക്ക്, ഫ്രഞ്ച് വില്ലേജ് ആൻഡ് ഇന്ത്യൻ ഗേറ്റ്, ആ 4 സ്ഥലങ്ങളും ചുറ്റിപ്പറ്റി കിടക്കുന്നത് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുള്ള ഈ റിവറിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ടാണ് റിവർലാൻഡിന് അത്തരത്തിലൊരു പേര് നൽകാനായിട്ട് കാരണം. 2012 ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത്. എന്നാൽ കൺസ്ട്രക്ഷൻ തുടങ്ങാനായിട്ട് 2014 ആയിട്ടുണ്ടായിരുന്നു. 2016 ഒക്ടോബറിലായിട്ടാണ് നമ്മുടെ റിവർലാൻഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.